പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തുപോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ, പിരിഞ്ഞുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വശ്യോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധി വിജയിച്ചു നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിപ്പോൾ കൃപാസനത്തിൽ തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിൽ വെളിപാടാണ്, അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും, അങ്ങനെ ഡിസ്കഷൻ ഒന്നുമില്ല. എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ആദ്യം മരിയൻ ധ്യാനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു, പിന്നീട് അത് മരിയൻ ധ്യാനമായി മാറി. മരിയൻ ധ്യാനം പിന്നീട് ജപമാല ജീവിതദർശന ധ്യാനമായി, പിന്നെ അഖണ്ഡ ജപമാല ധ്യാനമായി. അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നാണ് മരിയൻ തപസ്സായത്. അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ. ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യണത്. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. കാരണം നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല കൃപാസനം. 1950 തുടങ്ങിയ 75 തുടങ്ങിയ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ കേരള സഭയിൽ കവനൻ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് ഫീസ് ആൻഡ് ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തി വിട്ടുപോയി. വളർച്ചാ ധ്യാനം, പ്രാരംഭ ധ്യാനം, ആന്തരികസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം, അങ്ങനെ 75 മുതൽ 87 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന്. അതിൻ്റെ അവസാനം 2016 കവനൻ്റ് വരണത്. എന്ന് വെച്ചാൽ കവനൻ്റ് എന്തിനാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? 2 Corinthians 1:20 വാഗ്ദാനം. എന്താണ്? സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ്. വായിച്ചേ, 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ക്രിസ്തു ആണ് എല്ലാ വാഗ്ദാനങ്ങളുടെ സാര സംഗ്രഹം. വാഗ്ദാനങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ട്. അത് മുഴുവനും ക്രിസ്തുവിൽ യേസാണ്, ആമേനാണ്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ്? മഹത്വത്തിന് ആമേൻ പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. അവൻ്റെ ഓരോ വചനങ്ങളില്ലേ, യോഹന്നാൻ 2:5 അവൻ്റെ വചനങ്ങളുണ്ട്. പിഴിഞ്ഞില്ല, ഒരു ഇല്ലായ്മ, അത് കൃപയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടത്തോടെ അച്ഛൻ പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്, അച്ഛന്മാരും പറഞ്ഞതല്ലേ, അച്ഛന് ചോറ് കുടിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ്, എൻ്റെ അച്ഛൻ ആ പള്ളിയുടെ കിടപ്പ് കണ്ട,
പള്ളിയിൽ നിന്ന് നമ്മുടെ മധ്യസ്ഥ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുമെന്നും പറഞ്ഞിട്ടില്ലേ. മത്തായിയുടെ സുവിശേഷം 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പം സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിക്കാത്തവരാരും സഭയിലില്ല. സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും. അപ്പം വിജ്ഞാനികൾ ഉണ്ടാത്തതുകൊണ്ട് വിവേകമതികളുമുണ്ട്. പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല. അരിവെച്ച് ചോറ് തന്നെ ചേച്ചി പള്ളിക്ക് അരിയപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് മധ്യസ്ഥന് ഇറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടം അവർ കൊച്ചോണ്ട് ഇരുന്ന് പറഞ്ഞു, അച്ഛാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥന് ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചും പറഞ്ഞ്, ശരിയാണ് ചേച്ചി, എനിക്കും തോന്നിയെന്ന് പറഞ്ഞു. ആ ശരിയാ. ആ കൊച്ചമ്മന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവചൈതന്യം ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല, ബൈബിളിൽ പഴയ മൂലം ഉള്ളതാണ്. ഇപ്പം ദൈവചൈതന്യം ലോസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അങ്ങനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം? ഇടക്കാലം മൊത്തം വിളിച്ചു കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അപ്പോൾ പോയ ചൈതന്യം തിരിച്ചു വരും. നമ്മുടെ വീട്ടിൽ നിന്ന് ചൈതന്യം പോയാൽ എന്ത് ചെയ്യും? അതും സൊല്യൂഷൻ അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല, ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല, സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ട് പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നീടാണ് മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇഞ്ചക്ഷനും കൊണ്ട് മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടറാണ് പറഞ്ഞിരുന്നത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ ചേട്ടൻ്റെ അസുഖം കുറയുകയാണെങ്കിൽ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. അതിനുശേഷം പനി കുറയുകയും കിഡ്നി സംബന്ധമായ അസുഖം കുറയുകയും ഇപ്പോൾ ആൾ ക്രിയാറ്റിൻ കുറയുകയും ചെയ്തു. പിന്നെ കാലിന്മേൽ നീരുണ്ടായിരുന്നു, അതുപോലെ മൂത്രസംബന്ധമായ അസുഖങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ നേർച്ച വസ്തുക്കൾ വെള്ളത്തിൽ മാതാവിൻ്റെ തേനും ഉപ്പും വെള്ളത്തിൽ കഴിച്ച് കലക്കി ഞാൻ കുടിക്കുമായിരുന്നു. അതിന് ശേഷം എൻ്റെ കൈത്തെരുപ്പും മൂത്രസംബന്ധമായ അസുഖങ്ങളും കാലിന്മേലത്തെ വേദനയും എല്ലാം മാറിക്കിട്ടി. സാമ്പത്തികമായ വളർച്ചയും പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വണ്ടി വിൽക്കാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആ വണ്ടിയുമേ ഉപ്പ് വെള്ളത്തിൽ കലക്കി തെളിച്ചതിന് ശേഷം വണ്ടി വിൽക്കുകയും പിന്നീട് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി മേടിക്കാൻ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയാലും ഹസ്ബൻഡിനത് മേടിക്കാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്നു. ഹസ്ബൻഡിൻ്റെ മറ്റേത് വണ്ടി ഓട്ടം വളരെ കുറവാണ്. ഇപ്പോൾ വണ്ടി ഓട്ടം വളരെ കുഴപ്പമില്ലാതെ കൊറോണ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓട്ടമുണ്ട്. സാമ്പത്തികമായ ഉയർച്ചയും ആത്മീയ വളർച്ചയും ദൈവമാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. യേശുവിനും ദൈവത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നോയൽ ബാബു. ഞാൻ വരുന്നത് ചാലക്കുടി, തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 25, 2021
ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, എൻ്റെ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിക്ക് മുൻപേ തന്നെ എൻ്റെ ആങ്ങള ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു. അപ്പോൾ അവൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുവാനും മറ്റുള്ളവരുടെ സ്നേഹമായിട്ട് പെരുമാറുന്നത്, സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്ക് ഇവിടെ വന്ന് അങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ഭർത്താവിന് ശ്വാസമുട്ടിൻ്റെ അസുഖമുണ്ടായിരുന്നു. ആ അസുഖം മൂലം ഞങ്ങൾക്ക് കൊല്ലത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തുണിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കട നടത്തിക്കൊണ്ട് പോകാനും ബുദ്ധിമുട്ട്, വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്തൊക്കെയും ഇൻഹെയിൽ ചെയ്യേണ്ട അവസ്ഥയും ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗുളികകളൊക്കെ കഴിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിയുടെ ആരോഗ്യസ്ഥിതി ഒരുപാട് താണു പോയിരുന്നു. ഭയങ്കര എഴുന്നേറ്റ് നടക്കുവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. രാത്രിയിൽ ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെയും എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്, ഞാനിനി ഇൻഹെയിൽ വലിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, അത് അങ്ങനെ നിർത്തിക്കോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ഗുളികകളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഗുളികയും നിർത്താൻ പോവാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗുളികയും നിർത്തി. ഗുളിക നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. 7 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടാണ്. പിന്നീട് ഇതുവരെയും ആ രോഗം ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നിട്ടില്ല. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഉള്ള ഒരു സാക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകള് BCom പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ BCom വിത്ത് CA ആണ് അവൾ CS ആണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ BComഉം CS കൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ അവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടിട്ട് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നും വഴക്കാണ് എന്നോട്, അത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ വർഷം, അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞു, എന്നാൽ നീ അത് പഠിക്കണ്ട, നീ പുറത്ത് പോയിട്ട് നമുക്ക് CS കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞ് 3 വർഷം അവിടെ തന്നെ BCom പഠിച്ചു. പക്ഷേ CS പാസ്സാവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അപ്പം ഭയങ്കര പ്രഷർ കാരണം കൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, BCom പാസ്സായി, പക്ഷേ എന്നോട് പറഞ്ഞു, ഇനി അടുത്ത വർഷം ഞാൻ ഒന്നിനും പോകുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അവൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് വിപ്രോ കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്യാനായിട്ട് 2 വർഷത്തോളം ആ കമ്പനിയിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു, എനിക്കിനി, അപ്പോൾ ഞാൻ ചോദിച്ചു, അവളുടെ ജോലിയിൽ കയറിയല്ലോ, അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ സേഫായി, അതുകൊണ്ട് ഇനി അങ്ങനെ മുൻപോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് PG ചെയ്യണം, അത് IIM-ലാണ് എനിക്ക് പഠിക്കേണ്ടത്, അപ്പോൾ ഞാൻ CAT എക്സാം എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, പക്ഷേ CAT എക്സാം എഴുതി IIM-ൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്, ഇനി ഈ ജോലി അവൾ റിസൈൻ ചെയ്തിട്ട് വേണം അവൾക്ക് ഇനി CAT എഴുതി IIM-ൽ കയറണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരുപാട് സങ്കടമായി. ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ മുൻപ് കേട്ടിട്ടുണ്ട്, ഈ IIM-ൽ കയറണമെന്നുണ്ടെങ്കിൽ 98% മാർക്കെങ്കിലും ഉണ്ടായാലാണ് അതിൽ സീറ്റ് കിട്ടുകയുള്ളൂ എന്ന്. അപ്പം മുൻപ് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ കൃത്യമായിട്ട് ഇത്ര മാർക്ക് വെച്ച്, എനിക്ക് മാതാവേ എനിക്ക് ഇത്ര മാർക്ക് വേണം എന്നാലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും അവൾക്ക് വേണ്ടി
98% മാർക്ക് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എക്സാമിൽ 97.44 മാർക്ക് ലഭിച്ചു. അങ്ങനെ IIM അവൾക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിരുന്ന സമയത്ത് ഞാൻ കാശ് രൂപം കൊടുത്തു വിട്ടു. അങ്ങനെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂ വലിയ കുഴപ്പമില്ലാതെ പാസ്സായി. അതിനുശേഷം പിന്നെ അവിടെ അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ മാർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര നല്ലൊരു കോളേജിൽ അവൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും നല്ലൊരു കോളേജിൽ തന്നെ ഇൻഡോർ IIM അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും അവിടെ പഠിക്കാൻ പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അവിടെ കൊണ്ടാക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതുപോലെ അവിടെ പഠിക്കണമെങ്കിൽ നല്ല കാശും വേണം. അപ്പോൾ അതിന് ലോൺ എടുക്കണം. അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കാനോ ഒന്നിനും ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഓരോ കാര്യത്തിന് അവൾ പോകുമ്പോഴും അതൊക്കെ വളരെ ഈസി ആയിട്ട്, പിന്നെ അവൾ BCom പഠിച്ചിരുന്ന കാരണം കൊണ്ട് അവൾക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് മാതാവ് അവളെ സഹായിച്ചു. അങ്ങനെ ലോൺ എടുത്ത് അവൾ പോവാണ്. ഇൻഡോറിൽ പോയപ്പോൾ 1 വർഷം തോളായി. അപ്പോൾ അങ്ങനെ അവൾക്ക് മാർക്ക് ഇത്രയും കിട്ടിയെങ്കിലും ആ സമയത്തൊന്നും അവൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് അവിടെ നല്ല നിലയിൽ അവൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചപ്പോൾ അവളിപ്പോൾ തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മാതാവേ അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് നല്ല ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതൊക്കെ ഇത്രത്തോളം എന്നെ എത്തിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം കൊണ്ടാണ് അവൾക്കത് കിട്ടിയതെന്ന് അവളിപ്പോൾ പറഞ്ഞ് ആ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അവൾക്ക് സാധിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് സ്കൂട്ടറിന് ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾക്ക് കുറേ പ്രാവശ്യം പരിശ്രമിച്ചെങ്കിൽ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് 8 എടുക്കുമ്പോഴൊക്കെ അവളത് പോകുമായിരുന്നു. അങ്ങനെ അവസാനം ഇത് ടെസ്റ്റ് എടുക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോഴും സാറ് പറഞ്ഞു, നീ പോയി അപ്പുറത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യ് ഒന്നും കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് ശരിക്കും എടുക്കാനായിട്ട് അവൾക്ക് സാധിക്കേണ്ടായിരുന്നില്ല. മാതാവിൻ്റെ കാശ് രൂപ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ പ്രാവശ്യത്തിൽ തന്നെ അവൾക്ക് 8 എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ലൈസൻസ് എടുക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു സാക്ഷ്യം കൂടിയുള്ളത്, ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 5-10 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്ത് ഉണ്ടായിരുന്ന ഒരു പറമ്പ്, അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അത് സ്ഥലം വിറ്റ് പോയപ്പോൾ ആ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അതിര് ഉണ്ടായിരുന്ന മതിൽ വീണ് അവിടെ ഞങ്ങൾക്ക് ആ സൈഡിൽ കൂടെ നടക്കാൻ പറ്റാതെയും ഇടയ്ക്കിടയ്ക്ക് പാമ്പൊക്കെ കയറി വരുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്ത് ചെയ്താൽ അവർ മതിൽ കെട്ടി തരുമില്ലായിരുന്നു. അങ്ങനെ കാട് മുഴുവനും ഇങ്ങോട്ട് ഞങ്ങളുടെ പറമ്പിലേക്ക് കയറി വരുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഒരു ദിവസം ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി അവിടെ ആ മതിലിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ മതിലിൻ്റെ മുകളിൽ കൂടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ മതിലൊന്ന് പണിത് തരാനായിട്ട് അവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ആൾ വരികയും അവർ മതിലിൻ്റെ അളവെടുത്ത് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ആ മതിലിന് വേണ്ട സാധനങ്ങളൊക്കെ ഇറക്കി അവരവിടെ നല്ല രീതിയിൽ മതിൽ പണിത് ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തതിന് ശേഷം അതിനെല്ലാം മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഈ സ്റ്റേജിൽ ഇവിടെ കയറി നിന്ന് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്തോ മാതാവിൻ്റെ അനുഗ്രഹം, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരാൻ തക്ക ഒരു ദൈവാനുഭവം എനിക്ക് ഇന്ന് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്നും അത്ര വലിയൊരു സാക്ഷ്യമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വളരെ അസുഖങ്ങളുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അത്ര വലിയതായിട്ട് ഞാൻ തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് മാതാവ് എനിക്കിതിനൊന്ന് അനുഗ്രഹം തന്നതിനും മാതാവിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയും. ഷാജി ആൻ്റണി എന്നാണ്. ഞാൻ പഴങ്ങനാട് ഇടവക്കാരനാണ്. 2019 സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്.
മാതാവിൻ്റെ അടുത്ത് വന്നത് എനിക്ക് 50 ലക്ഷം രൂപയുടെ കടബാധ്യത ഉള്ളപ്പോഴാണ് ഞാനിവിടെ വന്നത്. 4 പ്രാവശ്യം പുതുക്കി. അപ്പോൾ അച്ഛനെ കണ്ടു, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ്റെ തലയ്ക്ക് പിടിച്ചു പറഞ്ഞു. 3-ാമത്തെ പുതുക്കലിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ കാനഡയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ PR വേണ്ടി അപേക്ഷിച്ചു. PR അപേക്ഷിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവനൊരു മറുപടിയും വന്നില്ല. ഒരു ദിവസം അവൻ നോക്കിയപ്പോൾ ഒരു മെയിൽ വന്നു. ആദ്യം ജോലി ചെയ്ത സ്ഥലത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അവിടെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോന്നതായിരുന്നു. അവിടുത്തെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പോൾ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു വെള്ളിയാഴ്ചയാണ് പറയണേ, ശനിയും ഞായറും അവധിയാണ്, അതിന് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് തരും, നീ ചെന്ന് ചോദിക്കേ. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ആശുപത്രിയായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചു. അവിടുത്തെ പ്രിൻസിപ്പൽ അപ്പോൾ തന്നെ ആ പേപ്പർ കൊടുക്കുകയും അത് കൊണ്ടുപോയി മെയിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, പോലീസ് വെരിഫിക്കേഷൻ്റെ പേപ്പറും കൂടി വേണം, എന്നാലാണ് ശരിയാവുള്ളൂ പറഞ്ഞു. അവൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ 3.5 വർഷം കൂടിയുള്ള വെരിഫിക്കേഷൻ ഇരിപ്പുണ്ടായിരുന്നു. അതും അയച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം മാതാവിൻ്റെ ഇതിൽ കൊടുക്കാൻ പറ്റി. ഉടനെ തന്നെ അവൻ പറഞ്ഞു, 1.5 കൊല്ലമായിട്ടും ഇതുവരെ ഒരു മറുപടിയില്ല. ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, വെരിഫിക്കേഷനാണ് എന്ന് പറഞ്ഞു.